വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ഒന്നും നടക്കാത്തത് കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത കുറെ പേരുണ്ട്. അവർ ചെയ്ത ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഇതിന് കാരണം. അതായത് പലർക്കും ഉള്ള ഒരു ഹാബിറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്നുള്ളത്. അവർ വിചാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിലുള്ള കലോറി കൂടി ഇവിടെ കുറഞ്ഞല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ കലോറീസ്. അതായത് ഇടയ്ക്കിടയ്ക്ക് പോയി ചായ കുടിക്കുക, ജ്യൂസ് കുടിക്കുക, സ്നാക്ക് ഐറ്റംസ് എന്തെങ്കിലും എടുക്കുക, ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കുക. നമ്മൾ വിചാരിക്കുന്ന ഇതൊരു ചെറിയ കാര്യമല്ലേ എന്നാ, പക്ഷെ ഇതിന്റെ കലോറി കൂടുതലായതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസിനെ നന്നായി എഫക്ട് ചെയ്യും. അതേപോലെ ഒരു ലോ കലോറി ബാലൻസ്ഡ് മീലാണ് നമ്മൾ വെയിറ്റ് ലോസിന് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഒരു അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീന്, ഫൈബർ, മോഡറേറ്റ് എമൗണ്ട് ഓഫ് കാർബ്സ്, ഫാറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ്. ആ സമയത്ത് നമ്മൾ പ്രോട്ടീൻ കുറച്ചെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് വിശക്കാനും കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ മൂവ്മെന്റ്സ് ഒന്നുമില്ല, വർക്കൗട്ട് ഇല്ല, വാക്കിംഗ് ഇല്ല, വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതും നമ്മളെ വെയിറ്റ് ലോസ് പ്രോസസ്സിനെ സ്ലോ. പിന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ മൈൻഡ് സെറ്റ്. ഇന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, നാളെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല. ഏതൊരു ചേഞ്ചസിനാണെങ്കിലും നമ്മൾ ടൈം കൊടുക്കണം. അങ്ങനെ ടൈമൊക്കെ കൊടുത്ത് ഈ കറക്ഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഒരു വെയിറ്റ് ലോസ് എന്തായാലും ഉണ്ടാവും. ഇനി എങ്ങനെയാണ് ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ ഡു ഫോളോ.